ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നേതൃത്വത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി ഇബ്രായ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവീൻ. മറ്റു ഭാഷാന്തരങ്ങളിലും ഏതാണ്ട് ഇതേ ആശയം തന്നെയാണ്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന്, ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകരുത് നോക്കുവീൻ. അതേ വാക്യം POC ബൈബിൾ ഇങ്ങനെയാണ്: എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും നിങ്ങളാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു വാക്കുണ്ട്, പൊതുവെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് സാധാരണ മിക്കവാറും വീടുകളുടെ ഗേറ്റിൽ കാണുന്ന പദമാണ്. ബിവെയർ. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ജാഗ്രതയായിരിക്കുക. ഇതാ, കയ്യിലുള്ളത് കളഞ്ഞു പോകാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ള വാക്കല്ലല്ലോ. ശ്രദ്ധിക്കുക, ജാഗ്രതയായിരിക്കുക. ഇതേപോലെ അതേ പദം തന്നെ ഈ വാക്യവുമായുള്ള ബന്ധത്തിലും പല ഇംഗ്ലീഷ് വേർഷനിലും ഉപയോഗിച്ചിരിക്കുന്നതാണ്. ബിവെയർ lest there be an evil heart of unbelief. Beware, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, ജാഗ്രതയായിരിക്കുക, കരുതിയിരിക്കുക. ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. പലതിനെക്കുറിച്ചും നമ്മൾ ജാഗ്രതയായിരിക്കേണ്ടതായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നല്ലോ, നീ ജാഗ്രതയുള്ളവനായിരിക്കുക. അപ്പോൾ നമുക്ക് ജാഗ്രത പാലിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ദൈവം അനുവദിച്ചാൽ ഒരു ഒറ്റ വീഡിയോ തീരത്തില്ല. കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു 5 കാര്യങ്ങൾ ഈ ബന്ധത്തിൽ ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജാഗ്രത പാലിക്കേണ്ട, അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട. ഒരു മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന്. അതുപോലെ ജാഗ്രതയുള്ളവരായിരുന്നാൽ, ബിവെയറായിരുന്നാൽ, കരുതിയിരുന്നാൽ നമുക്ക് ദുഃഖിക്കേണ്ടാത്ത ഒരു 5 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ, അല്പമായി, സവിസ്തരമായിട്ടല്ല, അല്പമായി ചിന്തിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അതിലൊന്നാണ് നാം വായിച്ചത്. നമ്മിൽ ആർക്കും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടായാൽ എന്തു പറ്റും? ജീവനുള്ള ദൈവത്തിൽ നിന്നകലും. തമിഴ് ഭാഷാന്തരത്തിലും ജീവനുള്ള ദൈവനെ വിട്ടകലുവതற்கு ഏതുവാന് അവിശ്വാസമുള്ള പൊല്ലാത ഹൃദയം എന്ന് പറഞ്ഞിട്ട് ജാഗ്രതയായിരിക്കാൻ തന്നെയുണ്ട് തമിഴ് ഭാഷാന്തരത്തിൽ. അപ്പോൾ ദൈവജനം വളരെ ജാഗ്രത പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പരമപ്രധാനമാണ് നമ്മൾ വായിച്ചത്. ജീവനുള്ള ദൈവത്തെ വിട്ടകലാതിരിക്കാൻ. അത് അകലാതിരിക്കണമെങ്കിൽ, മലയാളത്തിൽ ത്യജിച്ച് കളയാതിരിക്കണമെങ്കിൽ, ഇംഗ്ലീഷ് ഇൻ ഡിപ്പാർട്ടിങ് ഫ്രം, എല്ലാ അർത്ഥം ദൈവത്തെ വിട്ടകലുന്ന, ദൈവത്തെ ത്യജിക്കുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അവിശ്വാസം വ്യാപരിച്ചാൽ ആ ഹൃദയത്തെക്കുറിച്ച് പറയുന്ന ദുഷ്ടഹൃദയം എന്നാണ്. അത് ആർക്കും ഉണ്ടാകരുത്. എന്തുകൊണ്ട്? വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നു. കർത്താവിൽ വിശ്വാസം വയ്ക്കാൻ നാം ദൈവമക്കളായിത്തീരുന്നു. ശരിയാണ്. നമ്മുടെ വിശ്വാസം എന്ന ദൈവിക അടിസ്ഥാനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പിടിഞ്ഞിരിക്കാനും വാഗ്ദത്തങ്ങളെ അവകാശമാക്കാനും എല്ലാത്തിനും നമുക്ക് കാരണമായി തീരുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണല്ലോ. പുതിയ വിശ്വാസം എന്ന് പറയുന്ന പദത്തിന് പഴയ നിയമത്തിലെല്ലാം കൊടുത്തിരിക്കുന്ന ആശ്രയിക്കാന്ന വാസ്തവത്തിൽ ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ
ഈ ഫിലിപ്പിലെ കരാഗ്ര പ്രമാണിയോട് പൗലോസ് പറഞ്ഞ ആ വാക്ക്, അല്ലെങ്കിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ പറയേണ്ടത് കർത്താവായ യേശുവിൽ ആശ്രയിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആശ്രയിക്കുക. അപ്പോൾ ആശ്രയത്തിന് വിധമായ, ദൈവാശ്രയത്തിന് വിധമായ എല്ലാം അവിശ്വാസത്തിൽ നിന്നാണ്. അവിശ്വാസമുള്ള ഹൃദയം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അതിനെക്കുറിച്ച് ജാഗ്രത നമ്മുടെ മലയാള ഭാഷയിലെ പഴയ ഭാഷയാണല്ലോ, നോക്കുവിന്നേ ഉള്ളൂ. എന്നാൽ POCയിൽ ശ്രദ്ധാലുവായിരിപ്പിൻ, തമിഴിൽ ജാഗ്രതയായിരിപ്പിൻ, എച്ചരിക്കയായിരിക്കും. അപ്പോൾ നാം ജാഗ്രത പാലിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിവെയർ, നമ്മൾ സാധാരണ പല വീടുകളിലും കയറ്റി എഴുതിയിരിക്കുന്ന ബിവെയർ ഓഫ് ഡോഗ്സ്, മലയാളത്തിൽ നായ പട്ടിയുണ്ടോ സൂക്ഷിക്കുക എന്നും കാണും. അപ്പോൾ കരുതിയിരിക്കണം. ഇതുപോലെ വിശ്വാസി കരുതിയിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്നായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് നാം ഇപ്പോൾ ചിന്തിച്ച അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിട്ട്. എന്താണ് നമ്മിൽ അവിശ്വാസം വ്യാപിച്ചാൽ? നമ്മളെല്ലാം കർത്താവിനെ സ്വീകരിച്ച് എല്ലാവരും ദൈവമക്കളല്ലേ? അവരുടെ അവിശ്വാസം ഉള്ള ദുഷ്ടഹൃദയം ഉണ്ടാകുമ്പോൾ എബ്രായ സഭയോടാണ് പറഞ്ഞത്, വിശ്വാസികളോടാണ് പറഞ്ഞത്, പ്രകാശം ലഭിച്ച സ്വർഗീയദാനം ആസ്വദിച്ച് മാത്രമല്ല സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി അനവധി പീഡകളും ഉപദ്രവങ്ങളും സഹിച്ച ഒരു സഭയോടാണ് പറയുന്നത്, ഈ ഉള്ള ദൈവത്തെ ജയിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകരുത്. അതിനെക്കുറിച്ച് നിങ്ങൾ ജാഗ്രതയായിരിക്കണം. ബിവെയർ, ഇംഗ്ലീഷിൽ ചില വേർഷൻ ഞാൻ നോക്കിയപ്പോൾ വാക്ക് തന്നെയാണ് ബിവെയർ, ജാഗ്രതയായിരിക്കുക. അതെന്താണ്? എന്തിന് ജാഗ്രതയായിരിക്കണം? എന്തുകൊണ്ട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മൾ വ്യാപരിച്ചാൽ അതിൻ്റെ ലക്ഷണം എന്താണ്? എന്തെങ്കിലും കണ്ടുപിടിക്കാൻ മാർഗമുണ്ടോ? ചില കാര്യങ്ങൾ ഞാൻ ചുരുക്കത്തിൽ പറയാം. ഒന്ന്, നാം ഒരിക്കലും ദൈവവചനത്തെ ഉള്ളവണ്ണം അംഗീകരിക്കില്ല. അവരുടെ ചിന്ത, ഇവരുടെ ചിന്ത, അല്ലെങ്കിൽ പൗലോസിന്റെ ചിന്ത എങ്ങനെ, പത്രോസിന്റെ ചിന്ത ഇങ്ങനെ, യോഹന്നാന്റെ ചിന്ത എങ്ങനെ എന്നൊക്കെ പറയുന്നതല്ലാതെ ദൈവവചനത്തെ ഉള്ളവണ്ണം നാം അംഗീകരിക്കില്ല. പലപ്പോഴും ആത്മീയ മണ്ഡലത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ശരിയായി നാം ശ്രദ്ധിച്ചാൽ കാണും, ദൈവവചനത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് അതിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് അനുസരിക്കാൻ വിമുഖത നമ്മിലുണ്ടെങ്കിൽ അവിശ്വാസമുള്ള ഹൃദയം നമ്മൾ വ്യാപരിക്കുന്നു എന്നർത്ഥം. മാത്രമല്ല, ജീവനുള്ള ദൈവത്തെ വിട്ടകലും അവിശ്വാസമുള്ളിടത്ത് നാം ദൈവത്തിൽ നിന്ന് അകലാനാണ് ശ്രമിക്കുക. ദൈവത്തെ വിട്ടകന്നാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവൻ ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ എഫേസ്യലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം മുതൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഒരു കാര്യം മാത്രം 18 മുതൽ 19 അതിലെ 19 കാണുന്ന ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തരംപിച്ചു പോയവരാകിയാൽ, അത് പുറജാതികളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ദൈവമക്കൾ എന്ന് പറയുന്നവരും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മൾ വ്യാപരിച്ചാൽ, നമ്മൾ ഉണ്ടാകുന്നുവെങ്കിൽ, നാം അറിയാതെ തന്നെ അത് നമ്മൾ പ്രവർത്തിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ജീവനിൽ അകലും, നമ്മുടെ ജീവനിൽ നിന്ന് നാം അകലും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദൈവവചനത്തിന് വേണ്ടതുപോലെ ദൈവവചനത്തെ അംഗീകരിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ദൈവിക ജീവനിൽ നകലും. പല വീഡിയോകളും കഴിഞ്ഞ നാളുകളിൽ അവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിശ്വാസം നമ്മൾ വ്യാപിച്ചാൽ, അവിശ്വാസമുള്ള ഹൃദയത്തിന് ദുഷ്ടഹൃദയം എന്നാണ് പറയുന്നത്, അത് ഉണ്ടാകാതിരിക്കാൻ വളരെ ജാഗ്രതയായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാം അതീവ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ, സാർശവാക്യത്തിലൊരു വാക്യമുണ്ട്, സകല ജാഗ്രതയോടും കൂടെ
നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക സകല ജാഗ്രതയോടും കൂടെ. അപ്പോൾ നാം ജീവൻ നകലും മാത്രമല്ല, യെരമ്യാപ്രവചനം വായിച്ചാൽ വേറൊരു കാര്യം കാണും. മനുഷ്യരിൽ ആശ്രയിച്ച ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ട് മാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. യെരമ്യാപ്രവചനം 17-5 മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തന്നെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശാപിക്കപ്പെട്ടവൻ. പുറമേക്ക് വിട്ടുമാറുന്നില്ല. സ്തോത്രമുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ അനുഭവം എന്തായിരിക്കുന്നു പറയുന്നു? മനുഷ്യരിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ ജഡത്തെ ഭുജമാക്കുക, ജഡത്തിൽ ആശ്രയിക്കുക, സ്വയത്തിൽ ആശ്രയിക്കുക. ഇംഗ്ലീഷിൽ ഒരു വാക്കാണ് ജഡത്തിന് ഫ്ലഷ് എന്നാ പറയുക, FLESH. അപ്പോൾ അത് തിരിച്ചിട്ടാൽ സെൽഫായി. ഒരു അക്ഷരമേ പിന്നെ കൂടുള്ളൂ. SELF സെൽഫ്. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. അപ്പോൾ സ്വയാശ്രയം, മറ്റു വാക്കുകൾ ജഡത്തിൽ ആശ്രയിക്കുക. യെരമ്യാവ് പറഞ്ഞ മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്നെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ നാം ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മിൽ ഉണ്ടാകുമ്പോൾ നാം ആശ്രയിക്കുന്നത് ജഡത്തിലായിരിക്കും. ജഡത്തിൽ നമ്മുടെ കണക്കൂട്ടലുകൾ ജഡപ്രകാരം, നമ്മുടെ പോക്ക് നടപ്പ് ജഡത്തെ അനുസരിച്ച്, നമ്മുടെ സകല പെരുമാറ്റങ്ങളും സകല ഇടപാടുകളും ജഡത്തിനനുസൃതമായി. അവിടെ വിശ്വാസത്തിന് സ്ഥാനമില്ല. കാരണം ജഡത്തിലാണ് ആശ്രയിക്കുക. ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ നാം എവിടെ നോക്കിയാലും മിസ്റ്റർ ജഡത്തിൻ്റെ അതിപ്രസരം നിങ്ങൾക്ക് ധാരാളം കാണാമല്ലോ. സ്വയം ആത്മപ്രശംസയും സ്വയം പുകഴ്ചയും സ്വയം ഉയർത്തിക്കാട്ടുകയും താനെന്തോ സംഭവമാണെന്ന് വരുത്തിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ്റെ മകള് ഒരു പാട്ട് എന്നെ കേൾപ്പിച്ചു. അതിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാവരും അത് ലൈക്ക് ചെയ്തിരിക്കുന്നത്. വളരെ പോസിറ്റീവ്. ന്യൂജൻ പാട്ട്. വിലങ്ങ് പോകണ്ട. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവിശ്വാസമുള്ള ദുഷ്ടതയും നമ്മിൽ വ്യാപരിക്കുന്നുവെങ്കിൽ നാം ചെയ്യുന്നത് ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കത്തില്ല. ചില വാക്യങ്ങൾ അവിടുന്ന് എടുക്കും. ആസ് എ ഹോൾ, അല്ലെങ്കിൽ ദൈവവചനം മുഴുവനും നമുക്ക് അത് കാലത്തിനനുസരിച്ച് മാറും. നമുക്ക് വചനം കാലാതീതമാണ്, അതിനൊരു മാറ്റവുമില്ല. എന്നാൽ നമ്മുടെ വ്യാഖ്യാനങ്ങളെല്ലാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറും. ദൈവവചനത്തിന് സ്ഥാനമില്ല. ഞാൻ അതിനെ അനുസരിക്കണമെന്നല്ല, എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ അനുസരിക്കുള്ളൂ എന്നാകും. അത് അങ്ങനെ വരുമ്പോൾ നാം ജഡത്തിൽ ആശ്രയിക്കാൻ തുടങ്ങും. സാത്താൻ തന്ത്രപരമായി ആധുനിക സഭയെ കയ്യിലെടുത്തിരിക്കുകയാണല്ലോ. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഇതിനിടയ്ക്ക് ഇങ്ങ് പറഞ്ഞു പോവുകയാണ്. പലയിടത്തും ഞാൻ ശുശ്രൂഷിക്കുന്ന വേളയിൽ അത് പറഞ്ഞു. ഇന്നത്തെ ട്രെൻഡ് കാണുമ്പോൾ ചിലർ ഔട്ടോട്ടായിട്ടിരുന്ന് കരഞ്ഞു പോകുന്ന സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? എസ്രായുടെ പുസ്തകത്തിൽ ഞാൻ ഇടയ്ക്ക് പറയുന്ന എസ്രായുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 11-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെരുബ്ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ ആലയം പണിയാൻ ഒരുങ്ങിയപ്പോൾ അവ ചെയ്ത ആലയത്തിന് അടിസ്ഥാനമിട്ട ദിവസം ഭയങ്കര ആഘോഷമാണ്. അത് ആ അധ്യായത്തിന് 11-ാം വാക്യത്തിൽ നമുക്ക് കാണാം. എന്നാൽ 12-ാം വാക്യത്തിൽ ആലയത്ത് ആ സമയത്ത് അവിടെ വേറെ ചിലരുണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് ആലയത്തിന് അനുസരണം വിട്ടപ്പോൾ സന്തോഷിച്ചത് ബാബേൽ പ്രവാസം 70 വർഷത്ത് കഴിഞ്ഞ ഉള്ള കാലഘട്ടത്തിലാണ്. ആ പ്രവാസകാലത്ത് 70-ൽ താഴെ പ്രായമുള്ളവരാണ് വാർത്ത സന്തോഷിച്ചത്. എന്നാൽ 70-ന് മുകളിൽ പ്രായമുള്ള കുറേ ആളുകളുണ്ടായിരുന്നു.
മുൻപിലത്തെ ആലയം കണ്ടവർ, അല്ലെങ്കിൽ BC 606 നശിച്ചുപോയ ആലയം കണ്ട അതിൻ്റെ ശലോമോൻ പണിത ദേവാലയം കണ്ടവരും അതിൻ്റെ മഹത്വം കണ്ടവരും അതിൻ്റെ രീതിയൊക്കെ കണ്ടവരുമായ കുറേ വയസ്സന്മാർ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു 75 വയസ്സിനെങ്കിലും മുകളിൽ പ്രായമുള്ളവരാണ്. അപ്പോൾ അവരിത് കണ്ടുണ്ടെങ്കിൽ അവർക്ക് കരച്ചിലാവും. അവർ ശരിക്കും പറഞ്ഞാൽ ഉറക്കെ കരഞ്ഞെന്ന് 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്തെ ഈ പ്രവണതകൾ കാണുമ്പോൾ വാസ്തവം പറഞ്ഞാൽ പഴയ യഥാർത്ഥമായി വിശ്വാസം അനുഭവിച്ച ദൈവത്തെ മാനിക്കുന്ന ചില ആളുകൾ അവരോടായിട്ടൊക്കെ ഉണ്ട്. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ കരച്ചിലേ വരുള്ളൂ. കാരണം ജഡത്തിൻ്റെ അതിപ്രസരം, കർത്താവിനൊരു സ്ഥാനവുമില്ല. വേറെ നമ്മുടെ കർത്താവ് പറഞ്ഞ യശാപ്രവണത്തിലുണ്ടല്ലോ, ഈ ജനം അടുത്തു വന്ന് അതിരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് ദൂരത്തകന്നിരിക്കുന്നു. ഇതുപോലെ തന്നെ വായിൽ മാത്രം കർത്താവിന് സ്ഥാനവും ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി വെമ്പുകയും ചെയ്യുന്ന മനുഷ്യർ, അതിനുവേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്ന, ദൈവവചനത്തെ ഉപയോഗിക്കുന്ന, ദൈവത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന മനുഷ്യരെ കൊണ്ടോ ഈ കാലം തടഞ്ഞിരിക്കുന്നു. കാരണം എന്താ? കാരണം എബ്രായലേഖനം 3-ാം-12 തന്നെ എന്താ? ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയുന്ന, അല്ലെങ്കിൽ വേറൊരു സുവിശേഷത്തിന് ഇടം കൊടുക്കുന്ന അവസ്ഥയിൽ ജനം മാറിക്കഴിഞ്ഞോ. ഇത് പറയുമ്പോ കല്ലേന്ന് പറയാൻ സാരമില്ല. സത്യം ഇതാണ്. പരമാർത്ഥമായി ദൈവസ്ഥനിൽ ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാകും. ജഡാശയം. പക്ഷേ ദൈവവചനം പറയുന്നു, നമ്മുടെ ആശയം ജഡത്തിലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. നമ്മുടെ കൺകൂടലുകൾ, നമ്മുടെ ജീവിത ലക്ഷ്യം ജഡത്തിൽ ആശ്രയിച്ചെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല. അവിടെ ദൈവത്തിന് സ്ഥാനമില്ല. പൗലോസ് പറഞ്ഞായിരുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. കാരണം അത് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമാണ്. അപ്പോൾ എന്തുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ജയിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടതയും നിങ്ങൾ ഉണ്ടാകരുത്, അത് ജാഗ്രതയായിരിക്കണം എന്ന് അപ്പോസ്തലൻ പറഞ്ഞു. എന്താ? നാം ജഡത്തിൽ ആശ്രയിക്കും. അങ്ങനെയെങ്കിൽ നാം ഭാഗ്യന്മാരുടെ കൂട്ടത്തിലല്ല, ദൈവം നമ്മെ കൂട്ടുന്നത് ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. മാത്രമല്ല, നാം ഹൃദയകാഠിന്യം ഉണ്ടാകും. നമ്മൾ വ്യാപിക്കും. അവിശ്വാസം എവിടെയുണ്ടോ അവിടെ ഹൃദയകാഠിന്യം, ദൈവത്തെ അനുസരിക്കില്ല. റോമാലേഖനം 11-ാം അധ്യായത്തിൽ 7-ാം വാക്യം, ആകയാൽ എന്താ? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. അവിശ്വാസം എവിടെയുണ്ടോ അവിടെ ഹൃദയകാഠിന്യമുണ്ട്. ഹൃദയം കഠിനപ്പെടും. അതിൻ്റെ ഫലമായിട്ട് നാം ദൈവ നടത്തിപ്പിനെ ചോദ്യം ചെയ്യും, ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യും. ജീവിതത്തിൽ പലതും ദൈവം അനുവദിക്കുന്നത് ആ സമയത്ത് നാം വഴങ്ങിക്കൊടുക്കുകയല്ല, ദൈവത്തിന് മഹത്വം കരയറ്റുകയല്ല, പിന്നെ മറുത്ത് മത്സരിക്കും, ദൈവത്തോട് എതിർത്ത് നിൽക്കും. ഇതാണ് സംഭവിക്കുക. അപ്പം എന്തുകൊണ്ട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ഉണ്ടാകരുത് എന്ന് അപ്പോസ്തലൻ പറഞ്ഞു. അതിനെക്കുറിച്ച് ജാഗ്രതയായിരിക്കണം. ഒരിക്കലും കർത്താവിനെ തേച്ച് കളയുന്ന, അല്ലെങ്കിൽ ദൈവത്തെ വിട്ട് അകലുന്ന മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത പാലിക്കണം, ജാഗരൂകരായിരിക്കണം, നിങ്ങൾ ശ്രദ്ധിപ്പിച്ചു കൊള്ളണം എന്ന് അപ്പോസ്തലൻ പറയാൻ കാരണം എന്താ? നമ്മുടെ ഹൃദയം കഠിനപ്പെടും. അവിശ്വാസമുള്ളവർക്ക് ഹൃദയകാഠിന്യമുണ്ട്, യാതൊരു സംശയവുമില്ല. ഈ നാളുകളിൽ നാം ഹൃദയം കഠിനപ്പെട്ടൊരു കൂട്ടത്തിലാണെങ്കിൽ എബ്രായർ 3:12 നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിരിക്കുന്ന അർത്ഥം. ദൈവമേ, നാം വളരെ ശ്രദ്ധിക്കണമേ. മാത്രമല്ല, ആ യെരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൽ വേറൊരു പ്രധാന വാക്യമുണ്ട്. ഇന്ന് പലർക്കും സങ്കീർത്തനം മാത്രമേ വേദപുസ്തകമായിട്ടുള്ളൂ, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യെരമ്യാ പോലുള്ള പുസ്തകങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിക്കാറില്ല. യെശയ്യാ പ്രവചനം വലിയ ഇഷ്ടമായിരിക്കും. ഒത്തിരി വാഗ്ദത്തങ്ങൾ അതിലുണ്ടല്ലോ. എന്നാൽ
യിരെമ്യാവിലെ ഒരു വാക്യം ഈ ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കാം. അതിൻ്റെ 13-ാം വാക്യം, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഇവരും ലജ്ജിച്ചു പോകും. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഇവരും ലജ്ജിച്ചു പോകും. നമ്മുടെ വിഷയമുള്ള ബന്ധത്തിൽ ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയുന്ന, ഉപേക്ഷിക്കുന്ന അർത്ഥം ശരിയാണ്. അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നതിന് പകരം നിന്നെ തിരിച്ചു കളയുന്ന ഏവരും ലജ്ജിച്ചു പോകും. അപ്പൊ എന്തുകൊണ്ട് അവർ ലജ്ജിതരാകും? എന്തുകൊണ്ട്? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രതയായിരിക്കണം എന്ന് അപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞത്. കാരണം എന്താണ്? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളുണ്ടെങ്കിൽ ജീവനുള്ള ദൈവത്തെ നാം ത്യജിക്കും. നാം ത്യജിച്ചാൽ നാം ലജ്ജിതരായിത്തീരും. പലപ്പോഴും പലയിടത്തും എന്തുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നവർ ലജ്ജിതരാകുന്നത്, അപമാനിതരാകുന്നത്? എന്തുകൊണ്ടാണ്? പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. തെളിവിതാണ്, അവനെ ഉപേക്ഷിക്കുന്നു. എങ്ങനെ? അവിശ്വാസം കൊണ്ട്. നമുക്ക് നമ്മുടെ വീണെടുത്ത് കിടന്ന് ഉള്ളുന്ന ഒരു നാടൻ പഴഞ്ചൊല്ലുണ്ടല്ലോ, ക്ഷമിക്കണം, അത് ഓർപ്പിക്കുന്ന ഒരു അമ്മാച്ചൻ തട്ടമ്പുറത്തൊന്ന് വീണ ഉടനെ അനന്തരം കണ്ടോണ്ട് വന്നു. അയ്യോ, എൻ്റെ അമ്മാച്ചൻ വീണ് എന്നവൻ നിലവിളിച്ചപ്പോൾ അമ്മാച്ചൻ പറഞ്ഞത് പഴയ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. മോനെ, വീണതല്ലടാ, അതോ അമ്മാച്ചൻ്റെ ഒരു അടവാ, അമ്മാച്ചൻ്റെ ഒരു അടവാ, അതുകൊണ്ട് വീണതല്ല. ഇതുപോലല്ലേ വീണെടുത്ത് കിടന്ന് ഉള്ളുന്ന, വീഴ്ചയ്ക്ക് ന്യായീകരണം കണ്ടെത്തുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത്. ദൈവം പറയും, എന്തുകൊണ്ട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ഉണ്ടായത്? അതുണ്ടായാൽ നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ത്യജിക്കും. ത്യജിച്ചാൽ എന്ത് നിങ്ങൾക്ക് സംഭവിക്കും? നിങ്ങൾ ലജ്ജിതരാകും. വേറൊരു വാക്കുകൂടെ അർത്ഥമുണ്ട്, സഹിക്കാൻ പറ്റാത്തൊരു പദമാണത്. അപ്പോൾ ഒന്നാം നാം ലജ്ജിതരാകും. അതിൻ്റെ രണ്ടാം ഭാഗം, എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. അവർ ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. അവർ ലജ്ജിതരാകും. ഞാൻ പറഞ്ഞല്ലോ, ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയും അല്ലെങ്കിൽ ശ്രദ്ധിപ്പേൻ അല്ലെങ്കിൽ ജാഗ്രതയായിരിപ്പേൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? ജഡത്തിൽ ആശ്രയിക്കുന്നവരായി മാറും. മാത്രമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യും, ദൈവത്തിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും. മാത്രമല്ല, ലജ്ജിച്ചു പോകും. അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകും. നാം ലജ്ജിക്കേണ്ടവരല്ല. ദാവീദ് പറഞ്ഞ പോലെ അവങ്കിലേക്ക് നോക്കി പ്രകാശകരായി അവരോ ലജ്ജിച്ചു പോയതുമില്ല. ഒരിക്കൽ ലജ്ജിപ്പിക്കുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ മുഖം പ്രകാശിക്കേണ്ടതാണ്. മാത്രമല്ല, അതിഭയാനകമായ ഒന്ന് താഴെ എഴുതി, എന്നെ വിട്ടുപോകുന്നവനെ മണ്ണിൽ എഴുതി വെക്കും, അവൻ്റെ ഓർമ്മ ഭൂമിയിൽ. ഇന്ന് മണ്ണിൽ പേരെടുക്കാനല്ലേ കഠിനാധ്വാനം ചെയ്യുന്നത്. മണ്ണിൽ ലോകത്തിൻ്റെ പെരുമ, ലോകത്തിൻ്റെ അംഗീകാരം, രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ, എല്ലാത്തിനും ഞാൻ മുൻപിൽ. ക്രൈസ്തവ സമൂഹം അതിൻ്റെ പുറകെയല്ലേ പോകുന്നേ. പിശാച് തന്ത്രപരമായി അവിശ്വാസം ഉള്ളിൽ കുത്തി നിറച്ച് അതും കൂടെ വലിച്ചോട്ട് പോവുകയാണ്. വല്ലാത്തൊരു അവസ്ഥ, ഭയാനകമായ അവസ്ഥ. എന്നെ വിട്ടു പോകുന്നവനെ മണ്ണിൽ എഴുതി വെക്കും. ദൈവമക്കൾ എന്ന് പറയുകയും ദൈവത്തിനുള്ളവരെന്ന് പറയുകയും ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ആണ് ഉള്ളിലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കത്തില്ല, ദൈവ നടത്തിപ്പിനെ അംഗീകരിക്കത്തില്ല, ദൈവ വ്യവസ്ഥയെ ചോദ്യം ചെയ്യും, അവരുടെ ഹൃദയം കർത്താവിനോട്ട് അകലും. മാത്രമല്ല, അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ എത്തത്തില്ല. ദൈവം അവർക്ക് ഉച്ചരിക്കുന്ന ഉദ്ദേശത്തിൽ എത്തുകയില്ല. മണ്ണിലാകും അവരുടെ പേര്. എന്നെ എൻ്റെ ദൈവം അംഗീകരിക്കണം, ദൈവം എന്നെ മാനിക്കണം, സർവശക്തന്റെ മുൻപിൽ എനിക്ക് നിൽക്കണം എന്ന ബോധം നമ്മിൽ എത്ര പേർക്കുണ്ട്? ഇത് കാണിക്കുന്നത്, ഈ പ്രവണത കാണിക്കുന്നത് വേറൊന്നുമല്ല.
വേറൊന്നുമല്ല. ജീവനുള്ള ദൈവത്തിന് സ്ഥാനമില്ലെന്ന, ഇന്ന് വ്യാപരിക്കുന്ന അവിശ്വാസമുള്ള ദുഷ്ടതയെന്ന. ദിവസമുണ്ട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാന്ന് നിൽപ്പാൻ ശ്രമിക്കാം. അത് ഇംഗ്ലീഷ് പഴാന്തരത്തിന് അഭ്യസിക്കാന്ന്, സ്റ്റഡി ടു ഷോ ദൈസ്, അഭ്യസിക്കുക. ദൈവത്തിന് കൊള്ളാവുന്നവനായി, ദൈവം അംഗീകരിക്കുന്നവനായി, ദൈവം ആമീൻ പറയുന്നവനായി. ഇന്നോ ജനത്തിന്റെ അംഗീകാരം, ജനത്തിന്റെ പ്രശംസ ദൈവം അംഗീകരിച്ച വലിയ വിഷയമല്ല. പ്രിയമുള്ളവരെ, അവിശ്വാസമുള്ള ദുഷ്ടതയും അല്ലെങ്കിൽ വേറെന്താ? ലോകം മുഴുവൻ ആമീൻ പറഞ്ഞാലും ദൈവം ആമീൻ പറഞ്ഞില്ല എങ്കിൽ എന്നെ ശുശ്രൂഷ പരാജയം. ലോകം മുഴുവൻ എന്നെ അംഗീകരിച്ചു, വലിയ തേജസാർന്ന ശുശ്രൂഷക്കാരൻ എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ആത്മാവ് ആമീൻ പറഞ്ഞില്ല എങ്കിൽ എൻ്റെ ശുശ്രൂഷ വട്ടപൂജ്യം. ഇത് ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ അടിക്കടി പറയുന്ന പോലെ മിമിക്രിയും ഫാഷൻ പരേഡും ഈഗോഷിപ്പും ഒക്കെയായി ഇന്നത്തെ വേർപാടിന്റെ സ്റ്റേജുകൾ മാറിയില്ലേ? ദുഃഖകരം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ ആലയം കണ്ട, പഴയ ആലയത്തിന് മഹിമ കണ്ടവർക്ക് പുതിയത് കാണുമ്പോൾ നിലവിളി വരും. യഥാർത്ഥമായി ദൈവസ്ഥലിരുന്നോ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തിന് കൊടുക്കുന്നവർ, അവരുടെ ശുശ്രൂഷയ്ക്ക് പ്രത്യേക വ്യത്യാസമാണ്. അവർക്ക് ദൈവത്തിന്റെ അംഗീകാരം മാത്രം നോക്കിയാൽ മതി. നാം ഇന്ന് അങ്ങനെയോ? ഒരിക്കല് ഒരു ദൈവദാസന്റെ ശുശ്രൂഷയെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ആർക്ക് വേണം പുള്ളിയുടെ ഉപദേശമെന്ന്. കാരണം പുള്ളി ശക്തമായി ആ പാപത്തിനെതിരെ പ്രസംഗിക്കുന്ന മനുഷ്യൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്ന് ആർക്ക് വേണം? ഇന്നെല്ലാം പ്രകടന പരതയ്ക്ക് വേണ്ടിയുള്ള പ്രകടന പരത, പുറമേ എന്തോക്കെ കാണിക്കുക. ഒറിജിനലല്ല. ഒറിജിനലാണെങ്കിൽ അതിനെതിരായ പ്രത്യേകതയുണ്ട് അല്ല. അപ്പോൾ മണ്ണിൽ എഴുതി വെക്കപ്പെടുന്ന ലോകം അംഗീകരിക്കുന്ന രീതിയിലുള്ള പരിപാടിയല്ലേ. മാത്രമല്ല 71-ാം സങ്കീർത്തനത്തിൽ വേറൊരു വാക്യമുണ്ട്, ഞെട്ടിക്കുന്ന വാക്യം. ഞാൻ 73-ാം സങ്കീർത്തനം 27-ാം വാക്യം, ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചുപോകും, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു. എത്ര വ്യക്തമായിട്ട നിന്നോട് അകന്നിരിക്കുന്നു. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൽ ഇതിന് സമാനമായൊരു വാക്യമുണ്ട്. യെശയ്യാപ്രവചനം 1-ാം അധ്യായം 28-ാം വാക്യം, എന്നാൽ അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം ഭവിക്കും, യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞുപോകും. എന്തുകൊണ്ട്? നമ്മുടെ വിഷയം ഇതാ. എബ്രായലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ജീവനുള്ള ദൈവത്തെ തേച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടതയും നിങ്ങൾ ഉണ്ടാകരുതെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം, കരുതിയിരിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ വഴി വെറുതെ നോക്കിയാൽ പോരാ, ജാഗ്രതയായിരിക്കണം. എന്തുകൊണ്ട്? അവനെ ത്യജിക്കുന്നവർ, എബ്രായലേഖനം 3:12 ത്യജിക്കുക, അതിൻ്റെ വേറെ അർത്ഥം ഉപേക്ഷിക്കുക. ഇവിടെ പറയുന്നു, എന്നെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞു പോകും. ഞാൻ എൻ്റെ വേദശാസ്ത്രപരമായ വശങ്ങളോട്ടൊന്നും കിടക്കുന്നില്ല. അപ്പോൾ വേറെ പല വ്യാഖ്യാനങ്ങൾ വരും. അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. പ്ലെയിൻ മീനിങ്ങിൽ ആ വാക്യത്തിൻ്റെ ആ അർത്ഥത്തിൽ ഞാൻ പ്രയോഗിക്കുന്നു മാത്രം. നോക്കണേ, എത്ര ഭയങ്കരമാണ്. നാം ഇന്ന് ദൈവമക്കളെന്നും പറഞ്ഞ് ഓടിച്ചാടുന്നു, പലവിധ കോലാഹലവും പ്രകടനവും ഒക്കെ നടത്തുന്നു. എല്ലാം ശരി, ആയിക്കോട്ടെ. പക്ഷേ നാം ദൈവമക്കളെങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വകയാണല്ലോ. അവനെ ഹൃദയത്തിൽ നിന്ന് ത്യജിക്കരുതല്ലോ. നമ്മൾ അതിനോടൊപ്പം അവിശ്വാസം ഉണ്ടെങ്കിൽ
വിശ്വാസവും അവിശ്വാസവും കൂടെ ഒന്നിച്ചൊരു ഹൃദയത്തിൽ വസിക്കത്തില്ല. അവിശ്വാസം ഉണ്ടെങ്കിൽ നാം അവനെ വിട്ട് അകലുകയാണ്, അവൻ്റെ ജീവനിൽ നിന്ന് അകലുകയാണ്, അവനെ തേച്ചു കളയുകയാണ്. അപ്പോൾ ആത്യന്തികമായി ദൈവവചനം പറയുന്നത്, എന്നെ തേക്കുന്നവൻ മുടിഞ്ഞു പോകും, എന്നെ യഹോവയെ ഉപേക്ഷിക്കുന്നത് മുടിഞ്ഞു പോകും. അപ്പോൾ എന്തുകൊണ്ട് ജീവനുള്ള ദൈവത്തെ തേച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മിൽ ഉണ്ടാകരുത്? അതിനുവേണ്ടി നാം ജാഗ്രതയായിരിക്കണം. എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ഇന്ന് നമുക്ക് ചിന്തിപ്പാണ്ടേയായത്. നാം ശാന്തമായിരുന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിച്ചു. ആവർത്തന പുസ്തകത്തിൽ 6:12 8:11 ദൈവം പറയുന്നത്, മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു, നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു. ദൈവത്തെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു. ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടതയും നമ്മളുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നമ്മുടെ ഹൃദയത്തെ കണ്ടുപിടിച്ച് ദൈവസ്ഥലെ ദാസനപ്പെടുവാൻ നമുക്കിടയാണ്. അങ്ങനെയാണെങ്കിൽ നാം അപകടാവസ്ഥയിലാണ്. ഒരിക്കലും ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന അതിപ്രധാന മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പുകൾ ഒന്ന്, നീ ജീവനുള്ള ദൈവത്തെ തേച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടത ഉള്ളവനായിരിക്കരുത്. അതിനെക്കുറിച്ച് ജാഗ്രതയായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം ദൈവത്തിൻ്റെ ജീവൻ അകറ്റുന്ന, സ്വയത്തിൽ ആശ്രയിക്കും, ജഡത്തിൽ ആശ്രയിക്കുമാറാക്കുന്ന, ഹൃദയകാഠിന്യം വെളിപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്ന, ദൈവത്തിൻ്റെ വഴികളെ ചോദ്യം ചെയ്യുന്ന, ദൈവഹിതത്തിന് വഴിപ്പെടാത്ത, ദൈവവചനത്തെ അംഗീകരിക്കാത്ത, ദൈവം നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയാത്ത ലജ്ജാകരമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് കർത്താവിലേക്ക് തിരിയുവാൻ നമുക്കിടയാകട്ടെ. വിലാപങ്ങൾ പറയുന്ന പോലെ നാം കൈകളെയും ഹൃദയത്തെയും ദൈവത്തിലേക്ക് ഉയർത്തുക. നാം നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്യുക എന്ന് പറഞ്ഞ പോലെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് കൈകളെയും ഹൃദയത്തെയും ദൈവത്തിലേക്ക് ഉയർത്തി യഥാസ്ഥാനപ്പെട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അനേകം മുന്നറിയിപ്പുകൾ ദൈവത്തിലുണ്ട്. പക്ഷേ ചുരുക്കം ചിലത് മാത്രം, ഒരു 5 മാത്രമാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. മാത്രമല്ല, ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച് എന്നെ ശോധന ചെയ്ത് ആണ് ഞാൻ ഷെയർ ചെയ്തത്. ജീവനുള്ള ദൈവത്തെ തേച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടതയും നമ്മിൽ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായിപ്പോയാൽ അന്ത്യം ഭയാനകമാണ്. ദൈവത്തെ വിട്ടകന്ന് പൊടിയിൽ എഴുതി വെക്കുന്ന, മണ്ണിൽ എഴുതി വെക്കുന്ന, മുടിഞ്ഞു പോകുന്ന, നാം ലജ്ജിതരായി പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നമുക്ക് ഒരിക്കലും വരാതിരിപ്പാൻ ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, ദൈവവചനത്തിലെ ചില മുന്നറിയിപ്പുകൾ ചിന്തിപ്പാൻ അവർ നിങ്ങൾക്ക് അവസരം തന്നു. അതിപ്രധാനമായത് എന്തു വന്നാലും ഞങ്ങളുടെ ജീവനുള്ള ദൈവത്തെ വിട്ടകലുന്ന വിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഞങ്ങൾക്കുണ്ടാകാതിരിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ. അതിനെക്കുറിച്ച് ജാഗ്രതയായിരിക്കാൻ കൃപ ചെയ്യണമേ. ചിലർ പോഷ്കു പറയുന്നവരെ കപടത്താൽ വിശ്വാസം ധരിക്കുന്ന കാലത്ത് കർത്താവെ ലജ്ജിതരാകാതെ, നാഥാ പൊടിക്ക് വേണ്ടി മണ്ണിന് വേണ്ടി അധ്വാനിക്കാതെ, മണ്ണിൽ എഴുതപ്പെടുന്ന അവസ്ഥയാകാതെ, സ്വയത്തിൽ ആശ്രയിക്കാതെ, ജഡത്തിൽ ആശ്രയിക്കാതെ, അങ്ങയുടെ വഴികളെ ചോദ്യം ചെയ്യാതെ, അങ്ങയുടെ ഇഷ്ടത്തിനെതിരെ നിൽക്കാതെ, നാഥാ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച യഥാർത്ഥ വിശ്വാസികളായി അങ്ങക്ക് വേണ്ടി നിലകൊള്ളുവാൻ നിങ്ങളെ സഹായിക്കണമേ. സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ കൃപ തരണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.